വള്ളംകളിയിലൂടെയും ആറന്മുള കണ്ണാടിയിലൂടെയും പ്രശസ്തമായ ഈ മണ്ഡലം വിമാനത്താവളത്തിൻ്റെ പേരിൽ നടന്ന വിവാദങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നടന്നത്. ഇടതുമുന്നണിക്കോ വലതുമുന്നണിക്കോ കുത്തക അവകാശപ്പെടാൻ കഴിയാത്ത ഈ മണ്ഡലത്തിൽ BJPയും കരുത്താർജിച്ചിട്ടുണ്ട്. കഥ ഇതുവരെ. ശക്തമായ ത്രികോണ മത്സരത്തിന് നിലമൊരുങ്ങിയ ആറന്മുള ഇത്തവണ സംസ്ഥാനത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുകയാണ്. 4 തവണ UDFനെയും 2 തവണ LDFനെയും തുണച്ചിട്ടുള്ള മണ്ഡലമാണ് ആറന്മുള. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 23,000-ഓളം വോട്ടുകൾ നേടിയ BJP ത്രിതല തെരഞ്ഞെടുപ്പിൽ വോട്ട് നില 35,000-ആയി ഉയർത്തി. ഇത്തവണ ഇരു മുന്നണികളോടൊപ്പം NDAയും വിജയപ്രതീക്ഷയിലാണ്. 1987 KK ശ്രീനിവാസനെയും 91 R രാമചന്ദ്രൻ നായരെയും നിയമസഭയിലേക്ക് അയച്ച് UDFനൊപ്പം നിന്ന മണ്ഡലം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ LDFനെയും UDFനെയും ഓരോ തവണ മാറി മാറി തുണച്ചു. മണ്ഡലം വാശിയേറിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചത് 1996-ലാണ്. CPMലെ കടമ്മനിട്ട രാമകൃഷ്ണന് എതിരാളിയായി എത്തിയത് UDFൽ നിന്ന് CMPയിലെ MV രാഘവൻ. സംസ്ഥാനത്ത് തീപാറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയ ആറന്മുളയിൽ ഫലം വന്നപ്പോൾ 2687 വോട്ടുകൾക്ക് കടമ്മനിട്ട രാമകൃഷ്ണൻ വിജയിച്ചു. ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷവുമായിരുന്നു 96-ലേത്. 2001 കോൺഗ്രസിലെ മാലേത്ത് സരളാദേവി CPMലെ A പത്മകുമാറിനെ പരാജയപ്പെടുത്തി മണ്ഡലം തിരിച്ചുപിടിച്ചു. 2006 മാലേത്തിനെ പരാജയപ്പെടുത്തി CPMലെ KC രാജഗോപാലൻ മണ്ഡലം ചുവപ്പിച്ചു. എന്നാൽ രാജഗോപാലനെ ഒരു തവണ കൂടി നിയമസഭയിലെത്തിക്കാനുള്ള LDF സ്വപ്നം 2011 പൊലിഞ്ഞു. K ശിവദാസൻ നായർ മണ്ഡലം തിരിച്ചുപിടിച്ചു. ആറന്മുള മണ്ഡലത്തിലെ പോയകാല തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് കഥ ഇതുവരെയിൽ നാം പരിശോധിച്ചത്. ഇനി കളിക്കളത്തിലേക്ക്. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ആറന്മുള ഒരുങ്ങിയിരിക്കുന്നത്. വീണ ജോർജ് എന്ന മാധ്യമപ്രവർത്തകയെ രംഗത്തിറക്കി CPM പുതിയ പരീക്ഷണത്തിന് തയ്യാറെടുത്തിരിക്കുന്നു. BJPയും കോൺഗ്രസും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. 2011 6511 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആറന്മുളയിൽ K ശിവദാസൻ നായർക്ക് ലഭിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിയിലൂടെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം 10,000-ഓളമായി ഉയർത്താൻ UDFന് കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം അതേ രീതിയിൽ നിലനിർത്താനായത് UDFന് ആത്മവിശ്വാസം നൽകുന്നു. UDF സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോടെ മണ്ഡലം നിലനിർത്തും എന്നാണ് K ശിവദാസൻ നായരുടെ വിശ്വാസം. ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ കഴിയാത്തതിലെ നിരാശയും അദ്ദേഹം പ്രകടമാക്കി. ഒരു തവണ കൂടി അവസരം തന്നാൽ വിമാനത്താവള പദ്ധതിയുമായി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് ശിവദാസൻ നായർ വ്യക്തമാക്കി. ഈ ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് വേഗത കൂട്ടാൻ കഴിയുമായിരുന്ന ആറന്മുള വിമാനത്താവള പദ്ധതി, അത് കണ്ണൂരിൽ വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് ആറന്മുളയിൽ വിമാനം ഇറക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. UDF ഗവൺമെൻറ് അതിന് അനുകൂലമായിരുന്നു. പക്ഷേ ശ്രീ കുമ്മനം രാജശേഖരനും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യോജിച്ച് അത് അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രോജക്റ്റ് അട്ടിമറിച്ചത് എന്ന് അവർ വ്യക്തമാക്കണം. ഇവിടെ ഈ പ്രോജക്റ്റിനെ അട്ടിമറിച്ചതിൻ്റെ ഒരു ബലത്തിലാണോ ശ്രീ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് പോയി മത്സരിക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ മധ്യ തിരുവിതാംകൂറിന് ഏറ്റവും കൂടുതൽ വികസന വേഗത പകരുവാൻ കഴിയുമായിരുന്ന ഈ വിമാനത്താവള പദ്ധതി നടത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു വലിയ വ്യസനം എനിക്കുണ്ട്, സങ്കടം എനിക്കുണ്ട്. എന്നാൽ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തും എന്ന ഒരു ദൃഢനിശ്ചയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഞാൻ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. LDFലെ സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിഷേധത്തിനിടവരുത്തിയെങ്കിലും കെട്ടടങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് CPM നേതൃത്വം. ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച 7 പേരുടെ പട്ടിക തള്ളി
മാധ്യമപ്രവർത്തക വീണ ജോർജിനെ സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചതാണ് പ്രതിഷേധമുണ്ടാക്കിയത്. പ്രാദേശിക തലങ്ങളിൽ വീണയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കലും നടന്നു. മണ്ഡലത്തിലും ജില്ലയിലും സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ളവരെ തഴഞ്ഞതിൽ ജില്ലാ കമ്മിറ്റിയിലും ഭിന്നത ഉയർന്നിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,222 വോട്ട് നേടിയ BJP കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ശക്തമായ സാന്നിധ്യമായി മാറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നേട്ടമുണ്ടാക്കിയ MT രമേശിനെ കളത്തിലിറക്കി ആറന്മുള പിടിക്കാനൊരുങ്ങുകയാണ് BJP. അവർക്ക് ഇത് അഭിമാന പോരാട്ടവുമാണ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള BJPയെ സംബന്ധിച്ചിട്ട് ജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മണ്ഡലമാണ്. ആറന്മുളയിൽ അങ്ങനെ വിശ്വസിക്കാൻ കാരണം 2011 10,000 വോട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് 35,000 വോട്ട് ഷെയറാണ്. 2014 BJP 23,000-ത്തിലധികം വോട്ട് 24,000 വോട്ടിലേക്ക് വന്നപ്പം അത് മോദി തരംഗത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗവും BJP തരംഗത്തിലുമൊക്കെ ഉണ്ടായതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം 35,000 വോട്ട് കവർ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പം CPM-നകത്ത് വീണ ജോർജിനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു, അംഗീകരിച്ചു എന്നറിയുന്നു. ആ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ആറന്മുള മണ്ഡലത്തിലെ CPM-നകത്ത് ഉണ്ടായിട്ടുള്ള അസ്വസ്ഥത, അത് സ്വാഭാവികമായിട്ടും ആ അസ്വസ്ഥത BJPക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കും. അതിനടിസ്ഥാനപരമായി ധാരാളം രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. BDJS-ഉമായിട്ടുള്ള സഖ്യവും ആറന്മുളയിലെ BJPക്ക് ഗുണം ചെയ്യും. 3 മുന്നണികളും നല്ല പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ മണ്ഡലം ആരോടൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം.